ശശി തരൂര് ആർക്കും പിടികൊടുക്കുന്നില്ല എന്നൊരു സംശയം. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതാണ്, ബി ജെ പിയിൽ പോകുന്നു, ഇപ്പോൾ ഇതാ CPM പോകുന്നു. ഇതിനകത്തെല്ലാം ഇപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ ന്യൂസ് വേണോ? അങ്ങേർക്ക് എന്തെങ്കിലും ന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, അപ്പോൾ ലൈനായിട്ട് കിട്ടണം. ഇത്രയല്ലേ ഉള്ളൂ. ശശി തരൂർ CPM പോകുന്നത് ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. CPM അവർക്ക് എന്ത് കൊടുക്കാനാണ്? മുഖ്യമന്ത്രിയാക്കുമോ? പിണറായിക്ക് ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹമുള്ള സമയത്ത് ഇയാളെ മുഖ്യമന്ത്രിയാക്കും. മാത്രമല്ല, ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിമാരെ വാടകയ്ക്ക് എടുക്കുന്ന പരിപാടി CPM ഇല്ല. അവിടെ ഗോവിന്ദൻ മാഷുണ്ട്, ബാലഗോപാലുണ്ട്, രാജീവുണ്ട്, റിയാസ്, ശൈലജയുണ്ട്. ശൈലജ പിന്നെ അങ്ങനെ വലിയൊരു അത് ശ്രീമതി അതിലും കൊള്ളാം. ഇവരൊക്കെ ഉണ്ട്. ശൈലജ നിങ്ങളൊക്കെ ആളൊക്കെയല്ലേ. അപ്പം ഇവരെല്ലാം ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ശശി തരൂർ നിന്നാണ്. അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പം പണ്ട് ലൈം ലൈറ്റ്, പണ്ടത്തെ ലൈം ലൈറ്റിൽ അദ്ദേഹത്തിലേക്ക് വരുന്നില്ല. അപ്പം ലൈം ലൈറ്റ് അദ്ദേഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പൊ ഉള്ളതെല്ലാം അബ്സേർഡാണ് ഈ പറയുന്ന മൊത്തം. ആകപ്പാടെ ശശി തരൂരിന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ അമേരിക്കയും മോഡിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് UN സെക്രട്ടറി ജനറലായിട്ട് ഇരിക്കും. അതിന് പക്ഷെ ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ഇപ്പോൾ തരൂരിന് അതിന് പറ്റുമോ? അതിനകത്ത് എത്രയും സമയത്തിനകത്തല്ലേ അതിന്റെ അവിടെ UN സെക്രട്ടറി അല്ലേ? ബാൻ കി മൂൺ ആയത് ബാൻ കി മൂൺ ഇയാൾക്കെതിരെ മത്സരത്തിൽ ജയിച്ച അയാൾ കൊറിയയിലെ മിനിസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ടായതല്ലേ. അതെനിക്ക് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. അന്ന് അമേരിക്ക എതിർത്തുകൊണ്ടാണ്. ട്രംപ് പിന്നെ അന്നത്തെ അമേരിക്ക അല്ല ട്രംപിന്റെ അമേരിക്ക. ട്രംപ് എന്ത് ചെയ്യും? അപ്പൊ അതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ബാക്കിയെല്ലാം ന്യൂസാണ്. പിന്നെ CPM കൂടെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നന്നായി പ്രധാനമന്ത്രി നന്നായി യൂത്ത്, ടെക്കീസ് ആൻഡ് വിമൻ അവരെ സ്വാധീനിക്കാൻ പറ്റുന്നുള്ള സത്യമാണ്. CPM സാധ്യതകൾ ഒന്നുകൂടി പുഷ്ടിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അവർ മുഖ്യമന്ത്രിയാക്കുന്ന എനിക്കൊരു ഉറപ്പില്ല. അങ്ങനെ സ്വഭാവ പാർട്ടിയില്ല. മന്ത്രിയൊക്കെ അവരാക്കിയത് കേരളത്തിലെ മന്ത്രിയായിട്ട് ശശി തരൂർ എന്ത് ചെയ്യാൻ? അങ്ങനെയല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരിക്കുന്നു, കൊച്ചി കോർപ്പറേഷൻ മേയറായിരിക്കുന്നു. ആ പ്രദേശത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ച് സിറ്റി ഓഫ് ബാഴ്സലോണ അവിടെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ തന്നെ ജയിച്ച സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് സിറ്റി ഓഫ് ബാഴ്സലോണ ആക്കുന്ന ഒന്നാണ്. ഇതാക്കിയെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെ അദ്ദേഹത്തെ പറ്റിയൊരു സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ മാത്രമാണ് കിട്ടിയത്. മറ്റൊരു സ്ഥാനാർത്ഥി അദ്ദേഹമായിട്ട് മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണ കഷ്ടപ്പെട്ടാണ് ജയിച്ചു പോയത്. അത് RSSകാർ രാജീവ് ജയിക്കേണ്ട എന്ന് തീരുമാനിച്ചു പോകും. അതുകൊണ്ട് ഇത് വെറും പുക മാത്രമാണ്. സബ്സ്റ്റാൻഷ്യലായിട്ട് അതിലെന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ശശി തരൂരിന് എന്തെങ്കിലും ആകാൻ പറ്റുന്ന കോൺഗ്രസ്, ഇനി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇനി ഭാവിയിൽ ശശി തരൂരിന് അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടുമെന്ന് തോന്നുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ കുടുംബത്തെ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ എങ്ങനെയാണ് എന്തെങ്കിലും പ്ലേസ്മെന്റ് അദ്ദേഹത്തിന് കൊടുക്കുക? ഇതൊരു ചോദ്യമല്ലേ. അപ്പം ഇത് വെറുതെ മാധ്യമങ്ങൾക്ക് എല്ലാ ദിവസവും ന്യൂസ് ഇത്രയും ബിഗ് TV കൂടി വരാൻ പോകും. അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ശശി തരൂരിനെ പറ്റി പറഞ്ഞു വന്ന് ഞാൻ മടുത്തു. അതിനുവേണ്ടി ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ നമ്മൾ പല എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ശശി തരൂർ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല, അല്ലാതെ ഒന്നും എക്സ്കവേറ്റ് ചെയ്യാനില്ല അദ്ദേഹത്തിന്. പക്ഷെ കോൺഗ്രസിന് ഇപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിനെ അടുപ്പിച്ച് നിർത്തും. കോൺഗ്രസ് വരാൻ പോകുന്നത് അത് ശശി തരൂരിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. രാഹുൽ ഗാന്ധി അന്ന് ചെയ്ത് തീരെ ശരിയായില്ല. ശശി തരൂരിനെ പോലെ ഒരാളെ വേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് സ്നബ് ചെയ്യുക, സുധാകരനെ പോലെ ഒരാളെ സ്നബ് ചെയ്യുക, സതീശനെ പോലെ ഒരാളെ സ്നബ് ചെയ്യുക. ഇയാളുടെ അച്ഛൻ പണ്ട് ആന്ധ്രയിൽ പോയ ഒരാളെ സ്നബ് ചെയ്യുന്നതിന്റെ ഫലമാണ് ആന്ധ്രയിൽ ഇപ്പം കോൺഗ്രസ് ഇല്ലാതായി പോയത് കുറെ കാലം. മനസ്സിലായില്ലേ? ആളുകളോട് പെരുമാറാൻ പഠിക്കണം. ഇവരൊക്കെ താഴെത്തട്ടുന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ പോയ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ആളെന്നല്ല. ഈ ശശി തരൂർ വെള്ളിക്കരണ്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ അപേക്ഷ വെള്ളിക്കരണ്ടിയാണ്. പക്ഷെ അയാളൊരു മിഡിൽ ക്ലാസ് തന്നെയാണ്. അയാൾ അച്ഛൻ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി, എല്ലാവരും മണി അടിക്കാൻ അറിയാം. അങ്ങനെ കയറി പോയതാണ്. ഞാൻ അയാൾ ഇംഗ്ലീഷ് പറയുകയും ചെയ്യും. ഇംഗ്ലീഷ് അങ്ങനെയുടെ വീക്ക്നെസ് ആണ്. അങ്ങനെ കയറിപ്പോയതാണ്. അപ്പം രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ബിഹേവിയർ ഒന്നും ശരിയായിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിന് ശശി തരൂരിന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഈ അപമാനം കഴിഞ്ഞ് ശശി തരൂർ ഇനി അത് തുടരേണ്ട ഒരു ആവശ്യമില്ല. അതാണ് പ്രശ്നം. ശശി തരൂരിന്റെ മുന്നിൽ ഈ കേരറ്റിന് ഈ ഇന്നത്തെ കഥകൾ പറയുന്ന സംഭവം മൊയലിന്റെ മുന്നിൽ കേരറ്റ് കെട്ടിട്ടുണ്ട്. അപ്പം കേരറ്റ് കിട്ടുന്നതിന് മൊയൽ പിന്നെയും മൂവ് ചെയ്യും. ഇതാണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ശശി തരൂർ ഇത്രയും കാലം കോഴി എന്നൊക്കെ അങ്ങനെയൊക്കെ വിളിച്ചത് അദ്ദേഹം കോഴി എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. അത് നിങ്ങൾ കോഴി ആയതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ കോഴി ആരോപിക്കും. കോഴി അല്ലാത്ത ആരെങ്കിലും ആരോപിക്കും. അപ്പം
അതങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹം കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ അദ്ദേഹം മഹാനാവുന്നു, ലിബറലാവുന്നു, ദേശസ്നേഹിയാവുന്നു. അതതിൻ്റെ വേറൊരു തരത്തിലെ ഹിപ്പോക്രസിയാണ്. ഈ ഹിപ്പോക്രസി വെച്ച് കളിക്കുന്ന ശശി തരൂർ നന്നായിട്ട് അറിയാം. ശശി തരൂർ ആര് എന്ത് ചെയ്തു എന്ന് ചോദിച്ച ആളുകൾ CPM ഇപ്പോൾ ശശി തരൂർ എന്താ വലിയ സംഭവം എന്ന് പറയും. അപ്പോൾ ശശി തരൂരിനെ പറ്റി കേട്ടാലാക്കാൻ പറ്റുന്ന തെളിവ് വന്നുകൊണ്ടിരുന്ന ഹിന്ദുത്വവാദികൾ ശശി തരൂർ വലിയ ജനനായകനായിരുന്നു. ഇവർക്കൊന്നും തലയിൽ ബുദ്ധിയില്ല. ശശി തരൂർ നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ആണ്, കോസ്മോപൊളിറ്റൻ പേഴ്സണാലിറ്റി ആണ്, ഒരു ലിബറലാണ്. പിന്നെ ഒരു ഹിന്ദു എന്നുള്ളതിൽ അതാണ് അയാളെ അസ്തിത്വം, അയാളെ അഡ്രസ്സ് അതാണ് ഇന്റർനാഷണൽ ഹിന്ദു. അത് ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അന്നുണ്ടായ നേറ്റീവ്സൊക്കെ അദ്ദേഹത്തിന് ഇന്നും ഉണ്ട്, ഇന്നുണ്ടായ നേറ്റീവ്സൊക്കെ അന്നും ഉണ്ട്. അപ്പം അദ്ദേഹമാണ്. നിങ്ങളാണ് തരാതരം പോലെ മാറുന്നത്. ഇപ്പം നാളെ അദ്ദേഹം BJPക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം അങ്ങനെ തന്തയ്ക്ക് വിളിക്കും. പിണറായിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ തന്തയ്ക്ക് വിളിക്കും. പക്ഷെ BJPക്ക് എന്തെങ്കിലും ഓഫർ കിട്ടത്തില്ലേ? BJP ശശി തരൂരിനെക്കാളും വലിയ ആളുകളില്ല. എന്തിനാ ശശി തരൂർ? വേണ്ട, BJPക്ക് ആവശ്യമില്ല. BJPക്ക് അതിൽ ഇപ്പം ജയശങ്കർ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അവരുടെ ഫേസ് കാണാത്തതുകൊണ്ടാണ്. RSS കുടുംബം എന്ന് പറയുന്ന സിവിൽ സർവീസ് ഇന്റർനാഷണലി വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവർക്കുണ്ട്. അവർക്കൊരു ശശി തരൂരിനൊന്നും ആവശ്യമില്ല. ശശി തരൂരിൻ്റെ ഒക്കെ ആവശ്യം കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുണ്ട്. കോൺഗ്രസിന് കുറച്ച് ഈ മാസ് മൊബിലൈസേഷൻ ഒരു ഘടകമാണ്. പക്ഷെ എന്നാൽ കോൺഗ്രസിനൊട്ട് തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തരൂർ ആഗ്രഹിക്കുന്ന ഈ റിപ്ലേസ്മെന്റ് തരൂരിന് കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അവരുടെ സിസ്റ്റം തകർന്നു പോകുന്ന അവർ പേടിക്കുന്നു. തരൂർ ഈസ് ടു ബിഗ് ഫോർ കോൺഗ്രസ്. കോൺഗ്രസ് ഈസ് ടു സ്മോൾ ഫോർ തരൂർ. അതാണ് പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം സോൾവ് ആവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അയാളെ പ്രധാനമന്ത്രിയാക്കണം. ഈ കോൺഗ്രസിനാണ് അധികാരത്തിൽ വരുന്നത്. ശശി തരൂർ പ്രധാനമന്ത്രിയാവില്ല. പരമാവധി വിദേശകാര്യമന്ത്രിയാവാം. അത് ഇപ്പോഴത്തെ രാജ്യത്ത് ആവണമെന്നില്ല. ചിലപ്പോൾ ശശി തരൂരല്ല, ഷാഫി പറമ്പിലായിരിക്കും വിദേശകാര്യമന്ത്രിയാവും. അതുകൊണ്ട് ഇതെല്ലാം തന്നെ വെറും പുക മാത്രമാണ്. ഇതിനെന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ ആകപ്പാടെ പുതിയ ഡെവലപ്മെന്റ് ഉണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ അരഗൻസ്. ഇപ്പൊ പിണറായി വിജയനെ മോഡിനെ പറ്റിയൊക്കെ അരഗൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ചെമ്മാതിരി അരഗൻസ് ഒന്നും ഇവരൊന്നും കാണിച്ചതിനെ ഞാൻ കേട്ടിട്ടില്ല. ഈ രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നു പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് തരൂരിനെ അവഗണിച്ചേക്കില്ല. രാഹുൽ ഗാന്ധിന്റെ മനസ്സറിഞ്ഞിട്ട് ഇവിടെയുള്ള ഓർഗനൈസേഴ്സ് ചെയ്തായിരിക്കും രാഹുൽ ഗാന്ധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതിനാണ് സാധ്യത. അപ്പോൾ രാഹുൽ ഗാന്ധി ഹാപ്പി, ഇവിടെയുള്ള ഓർഗനൈസേഴ്സ് ഹാപ്പി, എല്ലാവരുടെയും കാര്യം നടക്കും. ഈ സുധാകരൻ എന്ന കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനവിധം എന്നുള്ള എന്താണ് അങ്ങനെ ഏതാ ഇപ്പം ഇല്ല കോൺഗ്രസ്. ആ സുധാകരൻ അവിടെ നിന്ന് മാറ്റിയെടുത്തിട്ട് എന്താ ആവശ്യമാണ്? എന്നാൽ അത് മറ്റേ അയാളെങ്കിലും പറയണ്ടേ, KPCC പ്രസിഡന്റ് സുധാകരൻ ഇല്ല, കണ്ണൂർ അയാളുണ്ടോ? ഇതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നു. തരൂരിന്റെ നില എന്താകുമെന്നുള്ള ഒരു പ്രശ്നം. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. അതാണ് ശശി തരൂർ. ശശി തരൂരിന് പകരം വെക്കാൻ കോൺഗ്രസിൽ വേറൊരു നേതാവ് കേരളത്തിൽ ഇല്ല എന്നുള്ള സത്യമാണ്. ആ സ്റ്റാച്ചുള്ള നേതാവ്. അത് ശരിയാണ്. കാരണം തരൂരിന്റെ പ്രൊഫൈൽ വേറൊരു തരത്തിലാണ്. അതാണ് പറഞ്ഞത്. അപ്പം പക്ഷെ CPM-നെ പറ്റുപോലെ പറ്റിയ ആളെന്ത്? പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഹീസ് നോട്ട് അറ്റ് ഓൾ ഒഫീഷ്യൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.